ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം യൂസർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിനെ ഡിസൈൻ ചെയ്യുന്നതാണ് യു എക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം യു എക്സിൽ ആക്ച്വലി കുറച്ച് ലോസ് ഉണ്ട്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതുപോലെ ത്രഷോൾഡ് പേരൊന്നും ഓർത്തൊക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇത് എന്തൊക്കെയാ ചെയ്യുന്നുള്ളത് മാത്രം നോക്കിയാൽ. അപ്പൊ ആദ്യത്തെ ലോ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ടൊഹർട്ടി ത്രഷോൾഡിനാണ്. പേര് വേണ്ട, പേര് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം, അതിൽ വലിയ കാര്യമില്ല. കാരണം അതായത് നമ്മളിപ്പം ഫാസ്റ്റ് ഇന്റർനെറ്റും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയപ്പം നോർമൽ നമ്മളെ ഒരു ആവറേജ് എന്താ പറയാ, നമ്മളെ വെയിറ്റ് ചെയ്യുന്നതിന്റെ ടൈം ആക്ച്വലി നമ്മൾക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ആക്ച്വലി മുമ്പ് ആൾക്കാർ മുമ്പ് 2000 മില്ലി സെക്കൻഡ് വരെയൊക്കെയാണ് ലോഡിംഗ് ടൈം ഒക്കെ ഉണ്ടായത് ഒരു പേജൊക്കെ ലോഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ ആ യൂസർക്ക് റെസ്പോൺസ് ടൈം അത് നോർമൽ ആയിരുന്നു യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പം അത് 400 മില്ലി സെക്കൻഡ് ആണ്, ലൈക്ക് അത്രയും കുറഞ്ഞു. അപ്പം നമ്മളൊരു പേജ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വെബ് ആണെങ്കിലും 150 to 300 മില്ലി സെക്കൻഡിൽ അത് ലോഡായി വന്നിട്ടില്ലെങ്കിൽ അവിടെ ആക്ച്വലി യൂസേഴ്സിന് ഡ്രോപ്പ് ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ത്രഷോൾഡ് ചിലപ്പം ഇതിപ്പോ ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ സൈറ്റിൽ ആക്ച്വലി കുറെ എയർലൈൻ കമ്പനീസ് ഈ യു എക്സ് ലോ ഒക്കെ നോക്കുന്നുണ്ടോ എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. മീഡിയം ആക്ച്വലി ഇത് മീഡിയത്തിൽ ഒരു ആർട്ടിക്കിളാണ്. മീഡിയം ആക്ച്വലി ഇതുപോലെ കുറെ യു ഐ യു എക്സ്, ഇതിനെ ലോഗിൻ ചെയ്തില്ല, ഇതുപോലെയുള്ള കുറെ ആർട്ടിക്കിൾ നിങ്ങൾ മീഡിയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ കാറ്റഗറീസ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്താൽ ഇതുപോലെ നല്ല നല്ല ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. വായനശീലം ഉണ്ടാക്കിയെടുക്കുന്ന എന്തായാലും ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മോസ്റ്റ്ലി അപ്ഡേറ്റ്സും യു ഐ യു എക്സിന്റെ കുറെ കേസ് സ്റ്റഡീസും അങ്ങനെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുപോലുള്ള ആർട്ടിക്കിൾസും പിന്നെ പേജസ് ഒക്കെ. സോ ഇതുണ്ടോ ഇവിടെ ഇപ്പോൾ പ്ലെയിൻസ് മൂവ് ചെയ്യുന്ന സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും ചില കുറച്ച് ടൈം എടുക്കും. എന്തായാലും എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ അറിയാം, എന്തായാലും അവർ റിസൾട്ട് എടുക്കണമെങ്കിൽ ഒരു ടൈം ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഷൻ ഗ്രാഫിക്സ് എന്നുള്ള സാധനം അല്ലെങ്കിൽ ആനിമേഷൻ എന്ന് പറയും എളുപ്പത്തിൽ യൂസേഴ്സിന് മടുപ്പുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പം ലോഡിങ്ങിലൊക്കെ ഈ ആനിമേഷൻസ് ഇട്ട് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് തോന്നും യൂസേഴ്സിന്. അപ്പം അവർക്ക് വലിയ മടുപ്പുണ്ടാവില്ല. ഇപ്പൊ ഇത് ഒരു സൈറ്റോടെ ഞാൻ കാണിച്ചു തരാം. ലോട്ടി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു സ്ക്രീൻ എന്തോ ഹാങ് ആയിട്ട്. ഇവിടെ ആക്ച്വലി കുറെ ഇതുപോലുള്ള ആനിമേഷൻസ് അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതില് മോസ്റ്റ്ലി ഇപ്പൊ ആൻഡ്രോയിഡ് ഒക്കെ ബിൽഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വെബ് ബിൽഡ് ചെയ്യുന്നവരാണെങ്കിലും മുമ്പ് വെബിലൊക്കെ ആനിമേഷൻ അല്ലെങ്കിൽ ബ്ലോഗിലൊക്കെ ആപ്പിലാണെങ്കിലും ആനിമേഷൻ ആണെങ്കിൽ ജിഫ് അല്ലെങ്കിൽ PNG തന്നെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര ക്വാളിറ്റി, ജിഫിലാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി കുറവായിരിക്കും. PNG സീക്വൻസ് ആണെങ്കിൽ ഭയങ്കര പ്രോസസ്സ് ആവശ്യമുള്ള സാധനമാണ്. ഇപ്പം ആപ്പ് ബിൽഡ് ആണെങ്കിൽ PNG സീക്വൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പം അതിനു വേണ്ടിയിട്ട് Airbnb കേട്ടിട്ടുണ്ടാവില്ല. Airbnb ഒരു പ്ലഗിൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലൈബ്രറി ബിൽഡ് ചെയ്തു. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പം ഈ ആനിമേഷൻസ് ഒക്കെ നമുക്ക് വെബിലും ആപ്പിലൊക്കെ ആക്ച്വലി പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഗ്രാഫിക്സ് ആയതുകൊണ്ട് കുറച്ച്
ആനിമേഷൻ ആയതുകൊണ്ട് കുറച്ച് ബോഡി എടുക്കുന്നതിന്റെ ടൈം. സൈറ്റിൽ ഞാൻ ഇടാം, ഐ മീൻ ഗ്രൂപ്പിൽ ഇടാം. ഇത് ഐ തിങ്ക് നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ. സോ അപ്പം ഈ യൂസർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആനിമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം അവർക്ക് ആ വെയിറ്റ് ചെയ്യുന്ന ടു മച്ച് എന്തായാലും യൂസേഴ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട സമയം വരികയാണെങ്കിൽ ടൈം ഔട്ടൊക്കെ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ കൊടുത്താൽ കുറച്ചും കൂടി യൂസേഴ്സിന് കുറച്ച് ബിസി ഫീൽ കിട്ടും. നെക്സ്റ്റ് ഉള്ളത് ഫിറ്റ്സ് ലോ ആണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാണെന്ന് വെച്ചോ. അപ്പം ഇതിന് യൂസേഴ്സിന് എന്തായാലും എന്തായാലും ഇപ്പൊ ഓരോ ബോക്സ് ആയിട്ട് പോകണം. അപ്പം ഈ ബോക്സസ് ഒക്കെ ആക്ച്വലി അടുത്തടുത്താണെങ്കിലും പിന്നെ ബിഗ്ഗർ ആണെങ്കിലും കുറച്ച് ടൈം എടുക്കുള്ളൂ യൂസേഴ്സ് അത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ലോ എന്തായാലും ഈ ഒരു സംഭവം മനസ്സിലുണ്ടാണ്. ലോ ആയിട്ട് ഓർത്ത് വെക്കണ്ട, ഇത് ഫിക്സ് ലോ ആണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഓർമ്മയിൽ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് ഒറിജിൻ ഫില്ല് ചെയ്യും, ഡെസ്റ്റിനേഷൻ ഫില്ല് ചെയ്യും, ഡേറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് അവസാനമായിരിക്കും നമ്മൾ പാസഞ്ചർ കൊടുത്തിട്ട് സെർച്ച് ബട്ടൺ അതിനടുത്ത് തന്നെ വെക്കുക. കാരണം വളരെ ദൂരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് റീച്ച് ചെയ്യാൻ പണിയായിരിക്കും, പിന്നെ കണക്റ്റഡ് ആയിരിക്കില്ല, അപ്പൊ നോട്ടീസ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാവും. ഇത് കണ്ടോ, ഇപ്പൊ ഇതിൽ രണ്ടിലും കാണാൻ എനിക്ക് ഏറ്റവും അവസാനം ഫില്ല് ചെയ്യുന്ന കോളത്തിന്റെ അടുത്താണ് ഈ സാധനം ഉള്ളത്. പിന്നെ എല്ലാം കുറച്ച് വലുതായിട്ട് തന്നെ ഉണ്ട്, ബട്ടണൊക്കെ ഭയങ്കര സൈസിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇതിൽ കുറച്ച് ചെറുതാണെങ്കിലും അടുത്താണ് ഉള്ളത്. സോ അതായത് യൂസേഴ്സിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ ആപ്പിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു, ബട്ടൺസ് ഒക്കെ നമ്മൾ പൊതുവെ താഴെയാണ് വെക്കാറ്. കുറച്ച് വലുതായിരിക്കും മോസ്റ്റ്ലി ബട്ടൺസ് ഒക്കെ. എന്തായാലും ആ ഒരു ലോ യൂസേഴ്സിന് കൺട്രോൾ യു എക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് ചിലപ്പോൾ റിയൽ ലൈഫിൽ തന്നെ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോവാണെങ്കിൽ വലിയൊരു മെനു ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അതേ സൈക്കോളജി തന്നെയാണ് യൂസേഴ്സ് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. ഇപ്പം ഒരുപാട് ചോയ്സസ് ഉണ്ടെങ്കിൽ ഭയങ്കര പണിയായിരിക്കും യൂസേഴ്സിന് അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം മോസ്റ്റ്ലി എന്താ പറയാ, ഇപ്പൊ നിങ്ങളിപ്പോ ഷോപ്പിംഗ് വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പാസ്റ്റ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയോ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വ്യൂ ചെയ്തോ അതിനനുസരിച്ച് അവർ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഹോം പേജിൽ വരും. അതുപോലെ ഒരു സൈറ്റാണിത്. അതിൽ ഇതുപോലെ നമ്മുടെ ഇതനുസരിച്ച് റെക്കമെൻഡഡ് ആയിട്ട് വരും. ഒരു ജസ്റ്റ് 3 ഹോട്ടൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം യൂസേഴ്സിന് എളുപ്പമാണ്. ഇപ്പം ചീപ്പായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 14 അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാർ കുറച്ച് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ഇത് രണ്ടിലും അങ്ങനെ എളുപ്പമാണ്. അപ്പം ലെസ് ചോയ്സസ് കൊടുക്കുക യൂസേഴ്സിന്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ഇതിൽ വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. എന്താ പറയുക, എയർലൈൻസിന്റെ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ തന്നെ പ്രൈസിങ് കൊടുക്കും. അപ്പം നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് കാണാം ഭയങ്കര ഡിഫറെന്റ് പ്രൈസ് ഒന്നും ആയിരിക്കില്ല, കുറച്ച് 200, 900 അങ്ങനെ യൂസേഴ്സിന് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ചോയ്സസ് ഉണ്ട്. അതായത് ഓരോ പേജിൽ കയറി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജാക്കോബ്സ് ലോ, ഞാൻ എന്തായാലും പേര് പറയുന്നില്ല, നെക്സ്റ്റ് ലോ എന്തായാലും പേര് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. നമ്മള് യൂസേഴ്സ് എല്ലാവരും ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ആണെങ്കിൽ സിമിലർ കുറെ പ്രൊഡക്റ്റുകൾ ഓൾറെഡി അവൈലബിൾ ആയി അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ എപ്പോഴും യൂസേഴ്സ് അതേ ഒരു ബിഹേവിയർ എക്സ്പെക്ട് ചെയ്യും.
അല്ലെങ്കിൽ കാണാൻ ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സിസ്റ്റം തന്നെയായിരിക്കും യൂസേഴ്സ് ബിൽഡ് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ കൂടുതൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ആക്ച്വലി ചെയ്യരുതെന്നാണ് UI UX പറയും. മീൻസ് നമ്മളൊരു പുതിയ സൊല്യൂഷൻ ബിൽഡ് ആണെങ്കിലും ഓക്കെ, പക്ഷെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പൊളിച്ച് ഇന്നോവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ചിലപ്പോൾ മണ്ടത്തരായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡ് ഈസ് എ ഡേഞ്ചർ കളർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പം പറയാണ് എനിക്ക് റെഡ് എന്ന് പറഞ്ഞ ഡേഞ്ചർ ആയിട്ട് ആൾക്കാർ കാണണ്ട. റെഡ് ഞാൻ എൻ്റെ ആപ്പിൽ വേറൊരു ബട്ടണ്, ഒരു പോസിറ്റീവ് ബട്ടണ് ഞാൻ റെഡ് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരമായ തീരുമാനമായിരിക്കും. ആക്ച്വലി നമ്മളെല്ലാവരും കളേഴ്സ് അല്ലെങ്കിൽ ഓൾറെഡി യൂസേഴ്സ് ആ ഒരു സൈക്കോളജിയിൽ ഉറച്ചതാണ്. അപ്പൊ അത് മാറ്റിപ്പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ 50 വർഷം അല്ലെങ്കിൽ 100 വർഷമൊക്കെ കഴിഞ്ഞാലേ നടക്കുന്നുണ്ടാവും. അപ്പൊ അതുപോലെ ഇന്നോവേറ്റ് ചെയ്ത് എന്നുള്ള ഒരു സാധനം ഇപ്പൊ ഇതുണ്ടോ, ഈ സർക്കുലർ ബട്ടണിൽ എൻ്റെ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്താ പറയാ, പൊതുവെ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂ ബട്ടൺ. അപ്പം നെക്സ്റ്റ് പോയി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള സാധനം കുറച്ചും കൂടി ക്ലിയർ ആണ്. ലൈക്ക് ഇത് ബട്ടൺ ആണോ എന്ന് തന്നെ ഇടയ്ക്ക് ചിലപ്പം റൗണ്ട് ഉള്ളത് നമ്മൾ ബട്ടൺ എക്സ്പെക്ട് ചെയ്യില്ല. ചിലപ്പോൾ നമ്മുടെ ഏജിലൊക്കെ നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മുടെ മുകളിലുള്ള ജനറേഷൻസ് ഒക്കെ ഇത് ബട്ടൺ ആണെന്ന് മനസ്സിലാവില്ല. ഞാൻ ഒരു ആമസോണിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെക്ക് ഔട്ട് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ബോൺ ഇൻ ഡിജിറ്റൽ എറ നമ്മുടെ ജനറേഷൻ, പക്ഷെ നമുക്ക് ചെക്ക് ഔട്ട് ഉണ്ട് ചിലപ്പം അതിന്റെ കളേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് വാങ്ങാനുള്ള ബട്ടണാന്ന് മനസ്സിലാവും. അപ്പൊ ബാക്കി എല്ലാ യൂസേഴ്സും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. യൂസേഴ്സ് എന്താണോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണം ബിൽഡ് ചെയ്യാൻ. അപ്പൊ കണ്ടിന്യൂസ് മോർ ക്ലിയർ നെക്സ്റ്റ് പോകണം എന്നുള്ളത്. സോ അപ്പം അതെന്തായാലും ഒരു ലോ ആണ്. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യാന്നല്ല, പൊളിച്ചു പണിയാതിരിക്കുക. നമ്മൾ മോസ്റ്റ്ലി ആ ഒരു സാധനം തന്നെ ഫോളോ ചെയ്ത് കുറച്ചും കൂടി നമ്മുടെ കുറച്ച് വൃത്തിയാക്കാന്നുള്ള സാധനം മോസ്റ്റ്ലി ചെയ്യാം. പിന്നെ അടുത്ത ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൽ കാണാം, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ സാധനങ്ങൾ. അപ്പം ഒറ്റയടിക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്താ ഇത് ഒറ്റൊരു എയർലൈനിന്റെ ഡീറ്റെയിൽ ആണെന്നുള്ളത്. അപ്പൊ അതുപോലെ സാധനങ്ങൾ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇവിടെയും കാണാം നിങ്ങൾക്ക് ഇതിപ്പം ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇപ്പൊ ആക്ച്വലി കാണാം ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കുറച്ച് താഴെ വേറൊരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നമ്പർ ആൻഡ് ഈ ചെറിയൊരു നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഇത് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. തന്നെയായിരുന്നു കണ്ടത്? എനിക്ക് ഇവിടെ കാണിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമെങ്കിലും. ഓക്കെ, അപ്പൊ ഇതിലാണേലും ഇപ്പൊ നാഷണാലിറ്റിന്റെ താഴെ തന്നെ ഒരു അടുപ്പിച്ച് വെച്ചിട്ട് കുറച്ചൊരു ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുന്നത് ഒറ്റയടിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾ എല്ലാ ഫോമും ഫില്ല് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മോസ്റ്റ്ലി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോൾ ഡിവൈഡേഴ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ലാബിൽ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിന് ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മില്ലേഴ്സ് ലോ. ഒരു ആവറേജ് പേഴ്സണിന് മോസ്റ്റ്ലി 7 ഐറ്റംസ് മാത്രമാണ് മെമ്മറിയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളിപ്പോ ചില സൈറ്റിലൊക്കെ ഇപ്പൊ ഫ്ലൈറ്റിന്റെ സൈറ്റ് തന്നെ കാണാം, ഓരോ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ എന്താ ഫ്ലെക്സ് ബേസ്, ബിസിനസ് ക്ലാസിന്റെ, എക്കണോമിക് ക്ലാസിന്റെ, ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോ നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ പെട്ടെന്ന് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഇതുണ്ടോ 1, 2 ഈ ലെഫ്റ്റ് സൈഡിൽ പ്രൈസ്, റീഫണ്ട്, റീബുക്കിംഗ്, ബാഗേജ്, അങ്ങനെ ഒരു 7 കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഈ പ്രൈസ് ലിസ്റ്റിംഗ് ആണെങ്കിലും ഒരു 5ന്റെ കൗണ്ട് ആയിട്ടുള്ള. അപ്പം യൂസേഴ്സിന് ഇത് പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് ഓക്കെ ഇതില് ബാഗേജ് 0 പീസസ് ആണ്, ഇവിടെ 2 പീസസ് ആണ്. അപ്പം ഇത് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ ഈ പെട്ടെന്ന് ഒരു ഓർത്തെടുക്കാൻ റീകോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. അതായത് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ നേരത്തെ മുകളിൽ കണ്ടല്ലോ ഇവിടെ ഇതൊരു ഗ്രൂപ്പ് ചെയ്ത് ഇതൊക്കെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇപ്പൊ അതിന്റെ ഒരു ബാഡ് എക്സാമ്പിൾ ഇവിടെ കാണാം. ഇത് നോക്കിക്കഴിഞ്ഞാല് ഓരോ തവണ നമ്മൾ നോക്കണം ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ്. ഇപ്പൊ 20 kg ചെക്ക് ബാഗ്, അപ്പൊ ഇവിടെ എത്രയാണ്, ഇവിടെ അങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ചോയ്സസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ചോയ്സസ് അല്ല, ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോയ്സസ് കുറക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്യാനുള്ള സാധനങ്ങളും മോസ്റ്റ്ലി കുറക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പം ആക്ച്വലി ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കുറച്ചൊരു അത്യാവശ്യം നല്ല ഡിസൈൻ. കാരണം എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, മോസ്റ്റ്ലി എല്ലാവരും ഫ്ലൈറ്റ് കുറച്ച് മുന്നേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ റീഫണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പിന്നെ ലഗേജസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള റീഫണ്ട് കിട്ടോ അല്ലെങ്കിൽ റീബുക്കിംഗ് അവൈലബിൾ ആണോ. പിന്നെ സെക്കൻഡറി ആയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് സ്നാക്സ് ഉണ്ടോ, ഡ്രിങ്ക്സ് ഉണ്ടോ, ലഗേജ് എക്സ്ട്രാ ഉണ്ടോ. അപ്പൊ അത് 2 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസിലി കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കുറച്ചുകൂടെ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താണ്. ഇതുണ്ടോ, ഇതിലിപ്പം ഒരു സർവീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു 8 ബോണസസ് ഇവിടെ ഐക്കൺസ് ഒക്കെ വെച്ചിട്ട്. കാരണം അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാം. വരുന്നുണ്ട്, ഒരു കോൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തു. ഓക്കെ. അടുത്ത ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് സിംപ്ലർ ചോയ്സസ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പം യൂസേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റണം. നമ്മൾ UX പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. യൂസേഴ്സ് മസ്റ്റ് ഹാവ് ദി കൺട്രോൾ. എന്ത് കാര്യമാണെങ്കിൽ ഇപ്പം ഇതിലിപ്പോ ഈ എക്സാമ്പിളിൽ കാണാം, ഫ്ലൈറ്റ് സെർച്ച് ചെയ്തു, അപ്പം ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ചൂസ് ചെയ്തു. പിന്നെ യൂസേഴ്സിന് ഇവിടെ ആക്ച്വലി ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഏത് എയർലൈൻസ് വേണം, അല്ലെങ്കിൽ ടൈം ഏത്, എത്ര സ്റ്റോപ്പ് ഉള്ള, അങ്ങനെ സിമ്പിൾ ആയിട്ട് ചോയ്സസ് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒരു ബാഡ് എക്സാമ്പിൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ ഓഫ് സ്റ്റോപ്സ് മാത്രമുണ്ട്. അതും സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആക്ച്വലി ഫിൽട്ടർ ചെയ്യാൻ. പിന്നെ ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്, സൈഡിലൊരു യെല്ലോ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. നോ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത്. അതായത് ആ ഡിസൈനർ ചെയ്യുമ്പോൾ കാണാണ് ഇത് കൊടുത്തതിനാൽ ആൾക്കാർ ഇത് എന്തെങ്കിലുമൊക്കെ അസ്യൂം ചെയ്യായിരിക്കും എന്നുള്ള സാധനം. ഇതിലിപ്പോ എന്താ എനിക്ക് തോന്നുന്നു സീറ്റ് ഇതിന്റെ ഒരു എമർജൻസി എന്താ കാണിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞു ഈ ഐക്കൺസും ഇമേജസ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ള ഒരു പ്രത്യേകത. കാരണം നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് മോസ്റ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഇതിൽ എന്താ പറയാ നമ്മൾ ഐക്കൺസോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ എന്താ പറയാ ഇമേജസ് യൂസ് ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് വോയിസ് പക്ഷെ മോസ്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഐ മീൻ ഈ കോൺസെപ്റ്റ്. പക്ഷെ വോയിസും ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആയിരിക്കും, എന്തെങ്കിലും ചെറിയ കോഡ്സ് ഒക്കെ. അപ്പം വിഷ്വൽ പ്രസന്റേഷൻ നമുക്കിപ്പോ വിഷ്വൽ മാത്രം എടുക്കാം. വിഷ്വൽ ആയിട്ടുള്ള ഇതിൽ ടെക്സ്റ്റിന് മാക്സിമം പ്രാധാന്യം കൊടുക്കുന്നതിന് ടെക്സ്റ്റിന് ഉള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ആക്ച്വലി ഐക്കൺസ്. ഇപ്പം
ഇവിടെ ഇപ്പം നമ്മളിപ്പം ജസ്റ്റ് നോക്കിയാൽ വൈഫൈക്കുള്ള ഐക്കൺ ഉണ്ട്, മീൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് ജസ്റ്റ് വായിച്ചു നോക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി എല്ലാ സൈറ്റിലും കാണാം ഇതുപോലെ ഐക്കൺസ്. എന്തായാലും നമ്മൾ ആപ്സും എല്ലാം ഐക്കൺസ് വെച്ച് തന്നെയാണ് ആൾക്കാർ യൂസ് ചെയ്യും. അടുത്ത് ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ച് എന്താ പറയാ ആൾക്കാരെ ഡിസ്റ്റർബ് ആക്കുന്ന ഒരു ചിലപ്പോൾ ഡാർക്ക് പാറ്റേൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യു എക്സിൽ തന്നെ ആക്ച്വലി ഡാർക്ക് പാറ്റേൺസ് എന്നുള്ള സാധനം പറയാറുണ്ട്. അതായത് ചില സാധനങ്ങളൊക്കെ ഗെയിമിഫിക്കേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഗെയിമിഫിക്കേഷൻ ഇസ് നോട്ട് ഡാർക്ക് പാറ്റേൺ. ചില സാധനങ്ങൾ ഇപ്പം ആൾക്കാരത് വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള മോഡൽ, അല്ലെങ്കിൽ ആൾക്കാർ ഇന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നുള്ള ഇപ്പൊ ചില ആഡ്സ് ഒക്കെ കാണും നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയാ ചില ന്യൂസ് ഒക്കെ ഭയങ്കര ക്ലിക്ക് ബൈറ്റ് എന്ന് പറയും. ക്ലിക്ക് ബൈറ്റ് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി കൂട്ടും. അല്ലെങ്കിൽ ചില സൈറ്റിലൊക്കെ ക്ലോസ് ബട്ടൺ നമ്മൾ എവിടെ നോക്കിയാലും കാണില്ല, ചിലപ്പം ഒരു മൂലയിൽ എവിടെയെങ്കിലും വളരെ കുഞ്ഞായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കുറെ ഡാർക്ക് പാറ്റേൺസ് ഉണ്ട്. പിന്നെ ഈ ഫേസ്ബുക്കിൽ തന്നെ ആണെങ്കിൽ മുമ്പ് ഡാറ്റിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മള് മോസ്റ്റ്ലി എനിക്ക് തോന്നാറുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്നത് ഒരു ഡാർക്ക് പാറ്റേൺ ആയിട്ട്. അതായത് അത്രയും കാണുമ്പോൾ നമ്മളത് വായിക്കാൻ തോന്നില്ല. നമ്മൾ ഓക്കെ അല്ലോ പോട്ടെ എന്താന്നുള്ളൊരു മോഡിൽ കൊടുക്കും. ഇപ്പൊ അതിന്റെ ഒരു ഡാർക്ക് പാറ്റേൺ ഒന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും അതുപോലത്തെ ഒരു സംഭവമാണ്. അതായത് ചിലപ്പോ നമ്മള് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കാർട്ടിലിട്ട് കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾ വാങ്ങേണ്ട വെച്ച് തിരിച്ചു പോകും. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ SMS വരും. എനിക്കൊരിക്കൽ ഇതുപോലെ ലെൻസ് കാർട്ടിൽ ഞാൻ എന്തോ ഒരു സ്പെക്സ് നോക്കിയിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചു. പക്ഷെ എനിക്ക് സൈസ് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വാങ്ങി വെച്ചിട്ട് ആപ്പ് എക്സിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലെൻസ് കാർട്ടൊന്ന് കോൾ വന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, എന്തെങ്കിലും അസിസ്റ്റൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവര് ഇതിൽ സെയിൽസ് കൂട്ടാനുള്ള സാധനമാണ്. അപ്പം ഇതിൽ ആക്ച്വലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ കംപ്ലീറ്റ് ചെയ്ത ടാസ്കിനെ കാട്ടി അൺകംപ്ലീറ്റ് ചെയ്ത ടാസ്ക് ആർക്കും കൂടുതൽ ഓർത്ത് വെക്കണ്ട. അപ്പോ നമുക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വാങ്ങാനുള്ള ഇത് കൂടുന്നുള്ള ഒരു യൂസർ, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നുള്ള ഒരു ലോ ആണ് ഇവിടെ. ഈ ലിങ്ക് എന്തായാലും ഞാൻ ഗ്രൂപ്പിലിടാം, എല്ലാവരും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു. അപ്പൊ ഇതുപോലെ കുറച്ച് തിയറട്ടിക്കൽ സാധനങ്ങൾ എന്തായാലും മോർ ദാൻ നമ്മൾ ടൂൾസ് പഠിക്കുന്നതിനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗ്മ പഠിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും ഒരിക്കലും ഒരു ബെറ്റർ ഡിസൈനർ ആയി എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ XD പഠിച്ചുകൊണ്ട് നമ്മൾ ബെറ്റർ ഡിസൈനർ ആയി എന്ന് പറയാൻ കഴിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ അങ്ങനെ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സാധനം ആണ് എപ്പോഴും ഞാൻ എംഫസൈസ് ചെയ്യാം. പിന്നെ കൂടുതൽ തിയറി ആക്ച്വലി നമ്മൾ മോസ്റ്റ്ലി പോവാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വയം പഠിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഇന്നലെ ടൈപ്പോഗ്രഫിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ മോസ്റ്റ്ലി എല്ലാ ഡിസൈനിനും മോസ്റ്റ്ലി ഫാൻസി ഫോണ്ടുകളാണ് യൂസ് ചെയ്യാറ്. ഭയങ്കര ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ഇത് തന്നെയാണ് ഡിസൈൻ എന്നുള്ള സാധനം. പിന്നീടാണ് കുറച്ചുകൂടെ നമ്മൾ റിയലൈസ് ചെയ്യുക എന്താണ് ബെറ്റർ എന്നുള്ളത്. ഒരു മിനിറ്റ് സ്ക്രീൻ മാറ്റാം. സോ ഫിഗ്മയിൽ ഇന്ന് ഞാൻ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ഇപ്പം ബേസിക് ഷേപ്പ് വരക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷേപ്പ് തന്നെ ഇപ്പൊ ആക്ച്വലി ഇവിടെ കുറച്ചും കൂടി ടൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേപ്പ് നമുക്ക് മാറ്റി വരക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പെൻ ടൂൾ ഉണ്ട്, പെൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള സാധനം. പിന്നെ ഈ ഷേപ്സിൽ തന്നെ കുറച്ച്
അതിലേക്ക് നമുക്ക് കുറച്ച് ഓൾറെഡി പഠിച്ചതിന് ഡീറ്റെയിൽസ് ഷേപ്സിന്റെ കാര്യങ്ങൾ നോക്കാം. ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കണം. ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയോ? ഞാൻ ആഡ് ഒക്കെ ഫ്രെയിം ഒരു ഡെസ്ക്ടോപ്പ് ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ പ്രൊജക്ട് ചെയ്യുന്ന സ്ക്രീൻ കാണുമ്പോൾ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഒന്ന് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് ഈ ട്വിറ്റർ പേജിന്റെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു ഡെസ്ക്ടോപ്പ് വിൻഡോ പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സൗണ്ട് വരുന്നില്ല കേട്ടോ. മ്യൂട്ടായി പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹലോ, എന്തോ പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾ ഓഡിയോ എന്റെ ഓഡിയോ ഡ്രൈവർ ആണോ എന്താ അറിയില്ല. മൈക്ക് മ്യൂട്ട് ആകുന്നില്ല, ഓഡിയോ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കൂടി റീഡു ചെയ്യാം. ഇപ്പം വീണ്ടും ഒരു റെക്ടാങ്കിളിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കോർണർ ചെയ്യാന്ന് പറഞ്ഞു. കോർണർ എന്താ റേഡിയസ് കൂട്ടുക, എന്നിട്ട് വേണേൽ മൊത്തത്തിൽ ഒരു എലിപ്സ് ആക്കി മാറ്റാം. ആ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില പോയിന്റ്സിൽ നമുക്ക് മറ്റൊരു സൈഡിലെ റേഡിയസ് മാത്രം മാറ്റേണ്ടത്. അപ്പം നമ്മൾ റെക്ടാങ്കിൾ വരച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ വരും. അപ്പം ഇത് ആക്ച്വലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ഓരോ പോയിന്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇത് ഒരു 4 പോയിന്റ് കൂടിയിട്ടാണല്ലോ ഒരു റെക്ടാങ്കിൾ. ഇപ്പൊ ഇതിന്റെ റേഡിയസ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ ഓരോ പോയിന്റ് ആയിട്ട് ആക്ച്വലി ഇതിനെ ഇങ്ങനെ സ്ക്യൂ ചെയ്യാനും മാറ്റാനൊക്കെ പറ്റും. സിമിലർ ആയിട്ടുള്ള ഒരു എലിപ്സിലും ഒരു ആർക്കായിട്ട് ചെയ്യാൻ പറ്റും.
അത് നമ്മൾ ഒരു എലിപ്സ് വരക്കാം. എലിപ്സ് വരക്കലും ആക്ച്വലി ഇതിലൊരു കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഷിഫ്റ്റ് ഒക്കെ നേരത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു റേഷ്യോയിൽ ബിൽഡ് ആവും. അതുപോലെ ഓൾട്ട് നിൽക്കി പിടിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് വരച്ചു തുടങ്ങാൻ പറ്റും. ഓൾട്ടും ഷിഫ്റ്റും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ സെന്ററിനായിട്ടായിരിക്കും ഇത് വരക്കുക. മോസ്റ്റ്ലി ഭയങ്കര യൂസ്ഫുൾ ആണ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏത് പോയിന്റിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്താ പറയാ നമുക്ക് എലിപ്സ് വരയ്ക്കാൻ കഴിയും. അപ്പം എലിപ്സ് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം, ഒരു ചെറിയൊരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു പോയിന്റ് അവിടെ വരും. അതിൽ ആക്ച്വലി ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കാക്കി മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ ചില സമയത്ത് നമുക്ക് ചാർട്ടൊക്കെ വരയ്ക്കണമെങ്കിൽ സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിലും ഇതേപോലെ വേണേൽ ഒരു ഈ റേഷ്യോ റൗണ്ടഡ് കോർണർ അല്ല, ഈ റേഷ്യോ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ആർക്കിന്റെ ഒരു റേഷ്യോ ആണ്, അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്ക് സ്റ്റാറ്റ്സ് ഒക്കെ വരയ്ക്കണമെങ്കിൽ ചാർട്ടൊക്കെ വരയ്ക്കുമല്ലോ, അപ്പം ഇതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പം ചുമ്മാ ഒരു കളർ കൊടുക്കാം ഇതിന്. കളറിന്റെ ഒരു ടൂള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ നമുക്ക് മോസ്റ്റ്ലി കുറച്ച് തിയറി ഉണ്ട് കളറിന്റെ. ആ ഒരു സാധനം മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ ഓൾറെഡി നമുക്ക് ഇപ്പൊ എല്ലാ തിയറിയും നമ്മൾ മോസ്റ്റ്ലി ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ കളറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചുമ്മാ ഒരു പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ഒരു സൈറ്റ് ഉണ്ട് ഗ്രൂപ്പിൽ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ്ലി ഫ്ലാറ്റ് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ആണ്. ഓൾ നെറ്റ്വർക്ക് ഇസ് ഡൗൺ. ഇതിൽ കണ്ടോ, നമുക്ക് കളേഴ്സിന്റെ കോഡ്സ് കിട്ടും. ഇതിൽ സ്പേസ് ബാർ നോക്കിപ്പോയാൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ടാവും. ചില കളേഴ്സ് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കളേഴ്സ് ജനറേറ്റ് ചെയ്യും. നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ എടുക്കാം. ഇവിടെ നിന്ന് അപ്പോൾ കളറ് ഐ ഗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കളേഴ്സിന് ഹെക്സ് കോഡ് ഉണ്ടാവും. ഒരു വാല്യൂ ആണ് കളറിന്റെ RGB വാല്യൂ എന്ന് പറയുന്ന പോലെ. ഇത് ഒരു ഹെക്സ് കോഡാണ്. അത് ഇവിടെ കണ്ടോ, ഹെക്സ് കോഡ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. കളേഴ്സ് ഫില്ല് ചെയ്യുന്നിടത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഇവിടെ കിട്ടും. ഈ സൈറ്റിൽ തന്നെ ആക്ച്വലി എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കുറെ കളർ സ്കീംസ് കിട്ടും. ചിലപ്പം ഞാൻ ഓൾറെഡി മെറ്റീരിയൽ ഡിസൈൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ആൻഡ്രോയിഡ് റെക്കമെൻഡ് ചെയ്യുന്ന കളർ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കിക്കാണുന്നതിന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡറി പ്രൈമറി അങ്ങനെ കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കളർ പാലറ്റ് ഉണ്ട്. ഇതൊക്കെ ഇപ്പം കുറച്ച് ഇവർ എക്സാമ്പിൾസ് കാണിച്ചാണ്. ഇതിലൊരു കളർ പാലറ്റ് സിസ്റ്റം എവിടെയോ വേണം.
യെസ്, അതിലോടാകുമ്പോഴേക്കും ഈ ഉണ്ടോ? ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ പറ്റും. ഇത് മെറ്റീരിയൽ ഡിസൈനിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് റെക്കമെൻഡ് ചെയ്യുന്ന കളേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഒരു പ്രൈമറി കളർ ചൂസ് ചെയ്യാം. മോസ്റ്റ്ലി ഈ കളേഴ്സ് ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ബെറ്റർ. കാരണം ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് വെച്ച സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാവരും യൂസ് ചെയ്യുന്ന കളേഴ്സ് ആയിരിക്കും ഇത്. അതുപോലെ അഡോബിയുടെ കളേഴ്സിന്റെ ഒരു സൈറ്റ് ഉണ്ട്. കുറച്ച് ലോഡ് ചെയ്യാൻ ടൈം എടുക്കാം. സോ അപ്പൊ നമ്മൾ അവിടെ ഒരു കളർ അതുപോലെ ചൂസ് ചെയ്തു. ഇപ്പം ഇതുപോലെ ആർക്ക് ആക്ച്വലി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിൽ തന്നെ ബാക്കിയുള്ള പോളിഗണൽ ടൂൾ ഉണ്ട്. ഇത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇതിപ്പം സൈഡ്സ് ഉണ്ട്. ഇവിടെ 3 സൈഡ്സ് ആണ്, 5 സൈഡ്സ് ഉള്ള വരയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് വരയ്ക്കാം. ഇതിലും ഇതുപോലെ റേഡിയസ് ഉണ്ട്. പിന്നെ കൗണ്ട് ഇവിടുന്ന് തന്നെ കൂട്ടാം. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ ടൂൾസ് ഒക്കെ ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്ത് നോക്കാം. ചുമ്മാ എല്ലാ ടൂൾസും പിന്നെ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കോമ്പണൻസ് എന്തായാലും ഒരു സെഷനിൽ പറയും. അപ്പോഴും എന്തായാലും ഈ സൈഡിലുള്ള നിങ്ങൾ എന്തായാലും നോക്കിക്കോ. പക്ഷെ ഞാൻ അത് അപ്പം പറയാന്ന് വെച്ച് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചും കൂടെ ടൂൾസിന്റെ ഡീറ്റെയിൽസ്, ടൈപ്പിന്റെ ഒക്കെ. പിന്നെ സ്റ്റാർ ടൂൾ ഉണ്ട്. ചുമ്മാ സിമിലർ സാധനം തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂള് ആക്ച്വലി പെൻ ടൂളാണ്. പെൻ ടൂൾ വെച്ച് നമുക്ക് ആക്ച്വലി കുറെ സാധനങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇപ്പം ലൈക്ക് ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ കേർവ്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് പെൻ ടൂൾ വെച്ച് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സ് വരയ്ക്കാം. പെൻ ടൂൾ ആക്ച്വലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരിക്കും. ഞാൻ വേറൊരു സൈറ്റ് കാണിച്ചു തരാം. ഒരു ഗെയിം ഉണ്ട് ആക്ച്വലി പെൻ ടൂള് പഠിക്കാൻ പറ്റിയ, ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പേസ്റ്റ് ചെയ്യാം. പെൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സൈറ്റാണ്. ഐ ഗെസ് യു ക്യാൻ സി. ഇതിപ്പോ പെൻ ടൂളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ വരച്ച് പോയിന്റ്സ് ഇട്ട് വരച്ച് ലൈൻസ് വരച്ചിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യാണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് വരും, ലൈക്ക് ഇപ്പോൾ റൗണ്ട് നിങ്ങൾക്ക് കാണും. അപ്പൊ ഇത് ഇതിൽ ആക്ച്വലി കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രസ് ചെയ്യാം, ലോങ് പ്രസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഈ ആംഗിൾസ് കിട്ടും. പിന്നെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ റൗണ്ട് വരയ്ക്കാം. നെക്സ്റ്റ് അതുപോലെ പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും ഈ ടൂള്, എനിക്ക് ആക്ച്വലി പെൻ ടൂള് പറഞ്ഞിരുന്നതിൽ ആക്ച്വലി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ എന്തായാലും പെൻ ടൂളിന്റെ ഇൻട്രൊഡക്ഷൻ സാധനങ്ങളും, കാരണം ഇത് ആക്ച്വലി നേരിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടെ ഇവിടെ കീബോർഡിലും മൗസിലും നടക്കുന്ന ട്രിക്സ് ആണ്. അപ്പോൾ ബേസിക്കലി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പെൻ ടൂള് ആദ്യം ഒരു പോയിന്റ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരു ആംഗിൾസ് സെറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പോ നിങ്ങൾ എന്തായാലും ഇന്ന് പെൻ ടൂൾ ട്രൈ ചെയ്യാം. എന്നിട്ട് എനിക്ക് 1 by 1 ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിങ് ചെയ്തോ. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇതിൽ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ കീബോർഡ് ആൻഡ് മൗസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്
ഈ ഗെയിം എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ഐഡിയ കിട്ടും പെൻ ടൂൾ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാം സാധനം ചെയ്യേണ്ട, അല്ലെങ്കിൽ പെൻ ടൂളിന്റെ ഒരു അസൈൻമെന്റ് ഞാൻ ആക്ച്വലി തരാന്ന് വെച്ചിരുന്നതാണ്. ഇൻസ്റ്റ എന്തായാലും നാളത്തേക്ക് എല്ലാവരും സെറ്റ് ആയില്ലേ? ആക്ച്വലി നാളെ മതിയോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഞാൻ ശരിക്കും ആക്ച്വലി ഇൻസ്റ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡൗട്ട്സ് എന്തായാലും ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് പേർക്ക് ഡൗട്ട്സ് വരും എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ ഇന്ന്, അല്ലെങ്കിൽ എന്തായാലും ഇതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ അത് ക്ലിയർ എന്നായിരുന്നു ഇന്ന് സെഷനിൽ വിചാരിച്ചിട്ടുണ്ടായത്. സോ പക്ഷേ ഇപ്പൊ ആക്ച്വലി ഐ തിങ്ക് വി ഹാവ് അറൌണ്ട് 1 hour ആയി. വേറെ എന്തേലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ലെറ്റർ സ്പേസിങ്ങും വേർഡ് സ്പേസിങ്ങും ചോദിച്ചായിരുന്നില്ലേ? ഓക്കെ അത് ചോദിച്ചാൽ മതി. ലെറ്റർ സ്പേസിങ്ങും വേർഡ് സ്പേസിങ്ങും ആക്ച്വലി വേർഡ് സ്പേസിംഗ് ലൈൻ ഹൈറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ലെറ്റർ അല്ലേ? നമ്മളിപ്പോ ഹലോ ടൈപ്പ് ചെയ്തു, ഇവിടെ ആക്ച്വലി കാണാം നിങ്ങൾക്ക് ടൂൾസ്. അപ്പം ഇതുണ്ടോ ലെറ്റർ സ്പേസിങ്? അപ്പോൾ ലെറ്റർ വരച്ച് ഐ മീൻ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് വരുന്ന സ്ഥലമില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ മുകളിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഓരോ ടൂൾ എന്താന്നുള്ളത്. ഇത് ആക്ച്വലി ലൈൻ ഹൈറ്റ് ആണ്. ഇവിടെയാണ് ആക്ച്വലി ലെറ്റർ സ്പേസിങ് വരുന്നത്. അപ്പോൾ 120 കൊടുത്തു കഴിഞ്ഞാൽ വരും. മോസ്റ്റ്ലി ലെറ്റർ സ്പേസിങ് 0 തന്നെയാണ് നമ്മൾ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യുന്ന ബെറ്റർ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അതിന്, കാരണം ഓൾറെഡി ഇതിന്റെ ഫോണ്ടിൽ ആക്ച്വലി കുറച്ച് കേണിങ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട് ടൈപ്പോഗ്രാഫിയിൽ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ടൈപ്പോഗ്രാഫിയുടെ അഡ്വാൻസ് സെഷൻ മൊത്തം കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചിരിക്കായിരുന്നു. അതിൽ ഉണ്ടാവും. പിന്നെ ലെറ്റർ സ്പേസിങ് ഇതാണ്. പിന്നെ പാരഗ്രാഫിന്റെ ഇപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസിങ് ഉണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ 2 ടൂൾ, ഓട്ടോ വിഡ്ത്തും ഓട്ടോ ഹൈറ്റും ഫിക്സഡ് സൈസ് ഒക്കെ. പിന്നെ അലൈൻമെന്റ് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ മിഡിൽ ചെയ്യണോ, അത് നമ്മൾ കുറച്ച് 2-3 ലൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ ബോട്ടം ആക്കിയോണ്ട് ഇതിന്റെ താഴെ സെന്റർ ആക്കി കഴിഞ്ഞാൽ ബോക്സിന് സെന്ററിൽ വരും. ഇതപ്പം നമ്മൾ ചിലപ്പോൾ 2-3 ലൈൻസ് ഒക്കെ എഴുതുമ്പോൾ ചില കേസസിൽ അത് ആവശ്യം വരും. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, പിന്നെ പാരഗ്രാഫ് ഇൻഡന്റ് ഒക്കെ ഉണ്ട്. അതായത് ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചിലപ്പം ചില ലൈൻസ് ഒക്കെ വിടില്ലേ, അതിൻ്റെ ഉള്ള സാധനം. അങ്ങനെ കുറച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് അറൗണ്ട് കളിച്ച് നോക്ക്. കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ചില സെഷൻസ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. അതാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഉദ്ദേശിച്ചത് തന്നെ. ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിന്റെ അസൈൻമെന്റ് വരുമ്പോൾ ഇപ്പൊ ഇതുപോലെ ഡൗട്ട് വന്ന പോലെ എന്തായാലും കുറച്ച് ഡൗട്ട് വരും. അപ്പം അത് ക്ലിയർ ചെയ്യാന്നുള്ളതായിരുന്നു ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പൊ ഐ തിങ്ക്
നമുക്ക് നാളെ സെഷൻ ആക്ച്വലി സ്കിപ്പ് ചെയ്യാം, കാരണം നാളെ ഫ്രൈഡേ അല്ല. എന്നിട്ട് സാറ്റർഡേ ഇൻസ്റ്റാഗ്രാം എല്ലാവരും സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമും ലോഗിൻ പേജും എല്ലാവരും ഗ്രൂപ്പിലിടുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഈ 2 അസൈൻമെന്റ് ചെയ്തവരെയും ഞാൻ 1 by 1 ആയിട്ട് ആക്ച്വലി നമുക്ക് സെഷൻ വെക്കാം സാറ്റർഡേ. അങ്ങനെ ചെയ്യാം. അപ്പൊ നാളെ കൂടെ നിങ്ങൾ ടൈം എടുത്തോ, എന്നിട്ട് സാറ്റർഡേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നാളെ സെഷൻ എന്തായാലും ഉണ്ടാവില്ല, നാളെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ ഓരോ ആൾക്കാരെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള മീൻസ് 1 by 1 ആയിട്ടുള്ള സെഷൻ എടുക്കാം. കൂളല്ലേ? നിയാസ്ക, ഈ ഇമേജ് ഫ്ലിപ്പിങ്ങും മിററിങ് ചെയ്യണത് എങ്ങനെയൊക്കെയാണ്? ഇമേജ് ഇപ്പൊ ഒരു മിനിറ്റ്, ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പൈ ചാർട്ട് ഉണ്ടായില്ലേ, അതായാലും മതി. ജസ്റ്റ് എങ്ങനത്തെ കീസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മിററിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലിപ്പിങ് Shift+V ആണെന്ന് തോന്നുന്നു. ഞാനും ആക്ച്വലി ഇതിൽ ചെയ്തു നോക്കിയിട്ടുണ്ടായില്ല, പക്ഷെ ഞാൻ മോസ്റ്റ്ലി ചെയ്യാറ് ഇതുപോലൊക്കെ അങ്ങനെ ചെയ്യാറാണ് പതിവ്. പിന്നെ ഇവിടെ ആംഗിൾ ഉണ്ടോ? ഞാൻ ഇന്നലെ എന്തോ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, സെക്കൻഡ്. യെസ്, മോസ്റ്റ്ലി നമുക്ക് ആംഗിൾസ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഫ്ലിപ്പിംഗ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഫ്ലിപ്പിംഗ് മോസ്റ്റ്ലി അത് നടക്കായിരിക്കും. ഞാൻ ഇമേജ് പെർട്ടിക്കുലർലി നോക്കിയില്ല. ഇമേജിന്റെ നോക്കിയുണ്ടായോ ആരെങ്കിലും? ഒരു മിനിറ്റ്, എന്തായാലും ഇമേജ് ആഡ് ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിന് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് ഒരു മിനിറ്റ്, ഇപ്പൊ ഞാനൊരു ഇമേജ് ഇട്ടു. ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഓവർലേ വിൻഡോ വരും. ഇതിൽ ആക്ച്വലി ഇമേജിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. ബ്ലർ, പിന്നെ അതിന്റെ ബ്ലെൻഡിങ് മോഡൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വീഡിയോ സ്റ്റക്ക് ആണോ? റൈറ്റ് ക്ലിക്ക്, വീഡിയോ സ്റ്റക്ക് ആയിട്ടോ? ഒരു മിനിറ്റ്, ചെറുതായിട്ട് സ്റ്റക്ക് ആവുണ്ടോ തോന്നുന്നുണ്ട്. എന്താ ഓഡിയോ ക്ലിയർ ആണ്, എന്താ വീഡിയോ സ്റ്റക്ക് ആവുക തോന്നുന്നുണ്ട്. ഓക്കെ, അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ഞാനിവിടെ ചെയ്യുന്ന ഫാസ്റ്റിലല്ല നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്നത് തോന്നുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്, അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോ ഇപ്പൊ ഒരു ഓവർലേ വിൻഡോ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോ ആക്ച്വലി റൊട്ടേറ്റ് ആണോ ചോദിച്ചത്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ആണോ ചോദിച്ചിട്ടുണ്ടായത്? അല്ല, മിററിംഗ് ആണ്. ഫ്ലിപ്പിങ്ങിന് എന്താ Shift+V നടക്കുന്നുണ്ട്, പക്ഷെ ഈ മിററിംഗ് എങ്ങനെയാ വരണേ? ഒരു മിനിറ്റ്, ഞാൻ അധികം ആക്ച്വലി ഇമേജ് ആയിട്ട് കളിച്ച് നോക്കിയിട്ടില്ല. മിററിംഗ് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി മൗസ് തന്നെ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇതിൽ പ്രത്യേകിച്ച് ടൂൾ ഉണ്ടോന്ന് ഞാൻ നോക്കിയില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? മിറർ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. അടുത്ത സെഷനിൽ അതെന്തായാലും ഞാൻ അത് എല്ലാവർക്കും പറഞ്ഞുതരാം. ഓക്കെ അല്ലേ?
ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എടുത്ത് അതിനെ ഇങ്ങനെയാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറ്. ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുള്ള പരിപാടി. അപ്പം അതിന് സെപ്പറേറ്റ് എനിക്ക് തോന്നുന്നു ചിലപ്പം ഇതിന് മൈനസ് വാല്യൂ ഒക്കെ കൊടുത്തില്ല നടക്കില്ല. അതൊരു പോസിബിൾ മെത്തേഡാണ്. നമ്മൾ ഷിഫ്റ്റ് നോക്കി പിടിച്ചു കഴിഞ്ഞാൽ അധികം റേഷ്യോ സ്ക്യൂ ആവാതെ തന്നെ ഇതിന് ആക്ച്വലി മിറർ ചെയ്യാൻ പറ്റും. വേറെ സെപ്പറേറ്റ് മിററിങ് ഉണ്ടോ എന്ന് നോക്കണം എനിക്ക്. ഫ്ലിപ്പ് വെർട്ടിക്കൽ യാ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നോക്കി, അതിലില്ല. യാ ഇവിടെ ഉണ്ട്. യാ ഇതിപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട്. ഹൊറിസോണ്ടൽ ഏതാ അത് മിററിങ് നോക്കാം. ഷിഫ്റ്റ് എച്ചും ഷിഫ്റ്റ് വിയും ആണ്. വേറെ എന്തെങ്കിലും അതുപോലെ ഡൗട്ട് ഉണ്ടോ? ഓ വീഡിയോ ഭയങ്കര സ്ലോ ആണല്ലേ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് ചില മെത്തേഡ്സ് ഉണ്ടാവും എനിക്ക് കംഫർട്ടബിൾ ആയ മെത്തേഡ്. അപ്പം ചിലപ്പോൾ മോസ്റ്റ്ലി ഞാൻ മ്യൂട്ടായോ മ്യൂട്ടല്ലല്ലോ ബാക്കിയുള്ളവർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. യാ ഓക്കെ. ഇപ്പം മോസ്റ്റ്ലി എൻ്റെ ഇപ്പം മെത്തേഡ്സ് ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആയ മെത്തേഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഈ സാധനം നോക്കിയിട്ട് പോലില്ല. ഞാൻ മോസ്റ്റ്ലി കാണിച്ചല്ലോ, മൗസ് നോക്കി പിടിച്ച് ഇങ്ങനെ ചെയ്തു. പിന്നെ അതിനനുസരിച്ചുള്ള സൈറ്റിൽ അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ട്യൂട്ടോറിയൽസും എന്തായാലും നോക്കുക. കാരണം ഞാൻ എന്തായാലും നമ്മൾ സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പം കുറെ ബാച്ചസ് ഉണ്ടല്ലോ, എല്ലാവരുടെയും വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ, നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഉണ്ടായില്ല ആദ്യം ഉണ്ടാക്കിയ ഗ്രൂപ്പ്, അതിൽ ഷെയർ ചെയ്യാം. കാരണം ഓരോ ആൾക്കാർക്ക് ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കും. ചിലപ്പം എനിക്കിപ്പോ കളർ ഫിൽ ചെയ്യുന്ന മെത്തേഡ് ഒന്നിക്കൽ ഞാൻ മെറ്റീരിയൽ ഡിസൈനിൽ നോക്കിയിട്ട് അതിനുള്ള ബാക്കിയുള്ള കളേഴ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചുമ്മാ ഫൺ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കളേഴ്സ് ഡോട്ട് ആ സൈറ്റിൽ പോകും. അപ്പൊ എന്റെ മെത്തേഡ് അതാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാൻ ഓൾറെഡി എന്തെങ്കിലും മെത്തേഡ് ഓൾറെഡി ആൾക്കാർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലവര് ഇപ്പൊ ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടിങ്കർഹബിന്റെ ഈ പോസ്റ്റ് XD ഓപ്പൺ ആയി വന്നു. ഇന്ന് വൻ ദുരന്താണല്ലോ, വീഡിയോ ഭയങ്കര സ്ലോ ആണല്ലേ. യെസ്, ഇതുണ്ടോ ടിങ്കർഹബിന്റെ ഒരു സ്റ്റാറ്റ് സാധനം ഉണ്ടാക്കണം. അന്ന് രാത്രി എല്ലാവരും അപ്ലൈ ചെയ്തതിന് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആവും, ഒന്നും ചിന്തിച്ചാൽ കിട്ടാത്ത. അപ്പൊ ഞാൻ ഡ്രിബിളിൽ പോയി ചുമ്മാ ഇൻസ്പിറേഷൻ നോക്കി. അപ്പോ ഒരു പോസ്റ്റ് കിട്ടി, ഞാൻ അന്ന് കാണിച്ചു തരാൻ, ഡ്രിബിൾ തുറന്നപ്പോ കാണിച്ചു തരാൻ ഉദ്ദേശിച്ച സാധനം. അതിലെ കളേഴ്സ് എടുത്തു. മോസ്റ്റ്ലി കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്ത, കളേഴ്സും പിന്നെ ഈ ബോക്സസും എടുത്തു. ബാക്കി ഐഡിയ വെച്ച് അങ്ങനെ ചെയ്തു. അപ്പൊ ചിലർക്ക് ഇന്നലെ ഞാൻ വേറൊരു മെന്റർ ഉണ്ട് ആബിദ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനോട് സംസാരിച്ചു. അപ്പൊ പുള്ളി എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളി ആക്ച്വലി ഡ്രിബിളിൽ പോയിട്ട് പുള്ളി സെസ്റ്റ് മണി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, ഒരു മൈക്രോ ഫിനാൻസിങ് ആണ്, കേട്ടിട്ടുണ്ടോ അറിയില്ല. അപ്പൊ പുള്ളി ആക്ച്വലി ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ്
ഡ്രിബിളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൈറ്റിൽ പോയിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഒരു ജസ്റ്റ് തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഫിൻടെക് എന്നാ പറയാം, ഫിനാൻഷ്യൽ ടെക് റിലേറ്റ് ചെയ്ത് ഫിനാൻസും ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസിന് ആക്ച്വലി ഫിൻടെക് എന്ന് പറയും. ഫിൻടെക് സെർച്ച് ചെയ്യും, അപ്പം കുറച്ച് പ്രൊജക്റ്റുകൾ വരുമല്ലോ. അതിന്ന് ആക്ച്വലി മൂഡ് ബോർഡ് ഉണ്ടാക്കും. മൂഡ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഒരു പ്രൊജക്റ്റ് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഇപ്പൊ ഇത് സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടും. പിന്നെ ഇതുണ്ട്, ഇപ്പൊ ആദ്യം സ്ക്രീൻ സ്ലോ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ സെർച്ച് ചെയ്ത സാധനങ്ങൾക്ക് വന്നോ ഫിൻടെക്, കുറച്ച് റിസൾട്ട് ഞാൻ മാറ്റിണ്ടായി. ഓക്കെ, ഞാൻ എന്തായാലും കാര്യം പറയാം. ഇത് വന്നോ എനിക്കറിയില്ല. എനിക്ക് ഫിൻടെക്കിന്റെ റിസൾട്ട് വന്നോ ട്രിപ്പിളില്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം. വന്നു. ഓക്കെ. ഇതിലിപ്പം എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ ചില പ്രൊജക്റ്റ് ചെയ്യാൻ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം ഇങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പൊ ഇതിൽ ഫസ്റ്റത്തെ 2 റിസൾട്ട് കാണാം. ഇത് പുതിയൊരു ഡിസൈൻ ട്രെൻഡാണ്, നിയോം ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര നല്ലതെന്ന് തോന്നിയിട്ടില്ല. കാരണം മുമ്പൊരു പഴയൊരു ഡിസൈൻ മോഡൽ ഉണ്ട്, പഴയ ആപ്പിളിന്റെ ഒക്കെ പ്രൊഡക്റ്റ് കണ്ടാ അറിയാം. പണ്ടത്തെ ആപ്പൊക്കെ അങ്ങനെയാണ് മോസ്റ്റ്ലി ഉണ്ടായിട്ടുണ്ടാവും. എന്താ പറയാ നമ്മളിപ്പോ ബട്ടൺ ഒക്കെ ഉണ്ടെങ്കിൽ റിയൽ വേൾഡ് ബട്ടണിനെ മോക്ക് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ ഉണ്ടാവുക. മുമ്പത്തെ ആപ്പിളിന്റെ കാൽക്കുലേറ്റർ ആപ്പൊക്കെ നോക്കിയാൽ, പിന്നെ ഒരു റീഡിങ് ആപ്പ് ഒക്കെ ഉണ്ട്, ബുക്കിങ്ങിന്റെ, ബുക്ക് ഷെൽഫ് പോലെ ബുക്ക് ചെയ്യാൻ വെച്ചിട്ട്. അപ്പൊ അത് പഴയൊരു സ്റ്റൈലാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യം ഡിജിറ്റൽ പ്രൊഡക്റ്റ് വന്ന സമയത്ത് യൂസേഴ്സിന് ഇത് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതായത് നമ്മൾ റിയൽ വേൾഡ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ലോ പറഞ്ഞല്ലോ, നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരാന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ആക്ച്വലി ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി സ്വിച്ച് അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ബട്ടൺ ഉണ്ടല്ലോ നമ്മൾ പ്രസ് ചെയ്ത്, അതൊക്കെ ആയിരുന്നു ആക്ച്വലി ആ ടൈപ്പ് ആ സമയത്ത് എന്താ പറയാ ബട്ടൺ ഇതൊക്കെ ഉണ്ടായ സ്വിച്ചൊക്കെ. അപ്പൊ അതിനെയായിരുന്നു ആൾക്കാർ കൂടുതലും മോക്ക് ചെയ്തിട്ടുണ്ടായി. അതായത് ആപ്പിൽ അതുപോലെ ആയിരിക്കും വോളിയം ഇൻക്രീസ് ചെയ്യുന്ന നോബൊക്കെ നമ്മൾ പക്ക റിയൽ വേൾഡ് നോബ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാണ് നമ്മൾ ഫ്ലാറ്റ് ഡിസൈനിലേക്ക് വന്നത്. നമ്മുടെ ഇപ്പോഴുള്ള മെറ്റീരിയൽ ഡിസൈൻ ആണെങ്കിലും ആപ്പിളിന്റെ എല്ലാ ഡിസൈനും ഫ്ലാറ്റ് ഡിസൈൻസ് എന്ന് പറയും മൊത്തത്തിൽ. അത് കഴിഞ്ഞ് ഇപ്പം ഒരു ട്രെൻഡാണെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സ്ക്യൂമോർഫിസം. പക്ഷെ എനിക്ക് പൊതുവെ ഭയങ്കര ഇത് തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ എന്താ പറയാ ഭയങ്കര ചിലപ്പോൾ പുതിയൊരു സിസ്റ്റം വരുന്നതിന്റെ ഒരു കൺഫ്യൂസിങ് സാധനമാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെന്താ പറയാ ഭയങ്കര പൊതുവെ ഡിസൈനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺട്രാസ്റ്റ് വേണം. അതായത് ഒരു ബട്ടൺ എംഫസൈസ് ചെയ്ത് നിൽക്കണം, പ്രൈമറി ബട്ടൺ ഒക്കെ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കര മ്യൂട്ടഡ് ആണ് കളേഴ്സ് ഒക്കെ. അപ്പൊ ഇതൊരു ആ വഴിക്കല്ല പോവാറ്. വേറൊരു ആബിൻ എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞ വെണ്ടറിന്റെ മെത്തേഡ്. അപ്പൊ അവൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാ സാധനങ്ങളും അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്ന ഡിസൈൻസ് ഒക്കെ എടുത്തു വെക്കും. മോസ്റ്റ്ലി എല്ലാ ഡിസൈനും ഒരു 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 സിമിലർ പാറ്റേൺ ഇല്ലായിരിക്കും. ഇപ്പം നമ്മൾ സ്ക്യൂം ഓഫീസ് എന്ന് പറഞ്ഞ സാധനം കണ്ടു, അത് സ്ക്യൂം ഓഫീസ് ആണെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻസ് ആയിരിക്കും എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡിസൈൻ ആണെങ്കിൽ ഇതിപ്പം ഒരു സ്ക്യൂം ഓഫീസ് ആണ്. അല്ലെങ്കിൽ ഇതുണ്ട് ഒരു കുറച്ച് മോഡേൺ ഡിസൈൻസ് ആണ്. കുറച്ച് എന്താ പറയാ ഒരു ഭയങ്കര അടിപൊളി ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ
കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിലുള്ള സാധനം എടുത്തു വെച്ചിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദിസ് എല്ലാം നോക്കും. അപ്പൊ ഒരു ഐഡിയ നമുക്ക് പുതിയതായിട്ട് ജനറേറ്റ് ആവും. ജസ്റ്റ് ലൈക്ക് എനിക്ക് ചില സമയത്ത് ടൈം ഇല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ട്രിപ്പിളിൽ പോകും. ഞാൻ ജസ്റ്റ് ഇതുപോലെ കുറെ പ്രൊജക്ട് നോക്കാറുള്ള സിമിലർ മൂഡ് ബോർഡ് മെത്തേഡ് തന്നെയാണ് ഇതും. ഞാൻ മോസ്റ്റ്ലി കളേഴ്സ് ആണ് നോക്കാറ്. ട്രിപ്പിളിൽ നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രൊജക്ട് എടുത്ത് വെച്ച് പിക്കർ വെച്ച് കളേഴ്സ് ചൂസ് ചെയ്യും. എനിക്ക് കളേഴ്സിലാണ് ഞാൻ കൂടുതൽ സ്റ്റെക്ക് ആവുക. കളേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊജക്ട് ഫാസ്റ്റ് ആവും. അപ്പൊ അതാണ് ഞാൻ അപ്പൊ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ചില മെത്തേഡ്സ് എനിക്ക് കംഫർട്ടബിൾ ആയ മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാവുക. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ടൂൾസ് പഠിക്കുന്നതിലുപരി ഡിസൈൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ മൊത്തം ആക്ച്വലി ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ ഡിഫറെന്റ് മെത്തേഡ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും ആർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ. ആർക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിപ്സ് ടൂൾ എടുക്കും. ജസ്റ്റ് വി വിൽ ഡ്രോ ദിസ്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് തന്നെ ഇതിനകത്തൊരു പോയിന്റ് കാണും. അത് നമ്മൾ അകത്തേക്ക് ആക്കുമ്പോൾ ഒരു ആർക്ക് വരും. ഒന്നുകൂടെ കാണിക്കാം. എലിപ്സ് വരിക. സോറി. അപ്പം ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ആർക്കാക്കാം. ആർക്ക് ആക്കിയതിന് ശേഷം ഇതിന്റെ റേഷ്യോ ഉണ്ടാവും, വേറെ ഒരു സെപ്പറേറ്റ്. ഇതിപ്പം ഒന്നിക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഇവിടെ കിട്ടും വാല്യൂസ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം. ഞാൻ മോസ്റ്റ്ലി മൗസിലാണ് എൻ്റെ പ്രോസസ്സ്. ഞാൻ ഷോർട്ട് കട്ട്സ് തന്നെ ചില കാര്യങ്ങൾ കോപ്പി അല്ലെങ്കിൽ ചിലതിൽ മാത്രമേ മോസ്റ്റ്ലി ടൂൾസ് മാറ്റാൻ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാറ്. എനിക്ക് കൂടുതൽ മൗസാണ് ട്രാക്ക് പാഡ് ഉപയോഗിക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ ഇമേജ് ചെയ്യുന്നതാണെങ്കിലും മൗസ് വെച്ചിട്ടാണ് ചെയ്യാറ്. സോ ആർക്ക് കിട്ടി എന്ന് എനിക്ക് മനസ്സിലാവും തോന്നുന്നു. ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ്. വേറെ എനിത്തിങ്? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തോടെ. അപ്പൊ ഇനി നമുക്ക് സാറ്റർഡേ ആണ് കേട്ടോ. നാളെ എന്തായാലും ഒരു ബ്രൈറ്റ് സാറ്റർഡേ നമുക്ക് 1-to-1 സെഷൻ വെക്കാം. എന്തേലും അപ്പൊ അതിൽ നമുക്ക് കുറച്ചുകൂടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. കൂൾ. അപ്പൊ ഓക്കെ, ബൈ.